ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 28-29 വാക്യങ്ങൾ. ഈശോയുടെ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ മാത്രം മതി, താൻ സുഖം പ്രാപിക്കുമെന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. ഈശോ ജായറോസിൻ്റെ മകളെ ഉയർപ്പിക്കാൻ പോകുന്ന വഴിക്കിടയ്ക്ക് 12 വർഷമായി രക്തസ്രാവം ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ആരും അറിയാതെ അവളുടെ ഉള്ളിൽ വലിയ വിശ്വാസം ഈശോയോട് സൂക്ഷിച്ച് ഈശോയുടെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ച് അത്ഭുതകരമായ രോഗസൗഖ്യം നേടുന്ന സന്ദർഭമാണിത്. സത്യത്തിൽ ഈ സ്ത്രീയെ സുഖപ്പെടുത്തിയത് ഈശോയുടെ ദൈവികമായ ഒരു സാന്നിധ്യം മാത്രമല്ല, 2 കാര്യങ്ങളായിരുന്നു. ഒന്ന്, രക്ഷകനായ വൈദ്യനായ ഈശോയെ തൊട്ടു എന്നുള്ളതും. 2, അവളുടെ ഉള്ളിൽ ഈശോയോട് വലിയ വിശ്വാസമുണ്ടായിരുന്നു എന്നുള്ള കാര്യവും. ഇതിൽ തന്നെ പ്രധാനപ്പെട്ടത് ഞാൻ വിശ്വസിക്കുന്നു 2ാമത്തെ കാര്യമാണ്. അവൾക്ക് ഈശോയിലുണ്ടായിരുന്ന ആഴമായ വിശ്വാസമായിരുന്നു. അവളെ സുഖപ്പെടുത്തിയത് ഈശോയുടെ സാന്നിധ്യം മാത്രമല്ല, അവളുടെ വിശ്വാസമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈശോയെ പലർ തിക്കിത്തിരക്കി തട്ടി മുട്ടി മുമ്പോട്ട് പോയിരുന്ന സാഹചര്യത്തിൽ ഈ ആൾക്കൂട്ടത്തിന് ആരും സുഖപ്പെട്ടില്ല. അവർക്കാർക്കും പ്രത്യേക അനുഭവം ഉണ്ടായില്ല. കാരണം അവരാരും ഈശോയെ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഈ സ്ത്രീ അവളുടെ ഉള്ളിൽ വലിയ വിശ്വാസം സൂക്ഷിച്ചിരുന്നത് കൊണ്ട് ഈശോയ്ക്ക് അവൾക്ക് രക്ഷ നൽകാനായി, ഈശോയിൽ നിന്ന് അവൾക്ക് രക്ഷ നേടിയെടുക്കാനായി. സ്നേഹമുള്ളവരെ, സാധാരണ ജനക്കൂട്ടത്തെ പോലെയാണ് പലപ്പോഴും നമ്മൾ. അതേ ഈശോ അതേ ശക്തിയോടുകൂടി ഇന്നും നമ്മുടെ ഇടയിലേക്ക് എന്നും കടന്നു വരുന്നു. പ്രത്യേകിച്ച് സഭയിലെ കൂദാശകളിൽ, അതിപ്രധാനമായി വിശുദ്ധ കുർബാനയിൽ. നമ്മളെന്നും പള്ളിയിൽ ചെന്ന് വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് കൂടി തിരിച്ചു പോകുന്ന വിശുദ്ധ കുർബാന സ്വീകരിച്ചു പോരുമ്പോഴും നമുക്കൊന്നും തോന്നുന്നില്ലെങ്കിൽ അത് ഈശോയുടെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പമാണ്. നമ്മൾ ഈശോയെ സ്വീകരിക്കുമ്പോൾ അതിസ്വാഭാവികമായ ആഴമുള്ള വലിയ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, അന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ത്രീക്ക് രക്തസ്രാവത്തിൽ നിന്ന് സൗഖ്യം നൽകിയ അതേ ശക്തിയുള്ള അതേ ദൈവമായ ഈശോ ഇന്ന് വിശുദ്ധ കുർബാനയിൽ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മളിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കേണ്ടതാണ്, അത്ഭുതങ്ങൾ നടക്കേണ്ടതാണ്. അത് ഈശോ പ്രവർത്തിക്കാഞ്ഞിട്ടല്ല, നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവ് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈശോയെ കൂടുതൽ വിശ്വാസത്തോടെ, ആഴമുള്ള ബോധ്യത്തോടെ തൊടാനും സ്വീകരിക്കാനും, പരിശുദ്ധ കുർബാനയിൽ ഈശോയെ കേൾക്കാനും കാണാനും അനുഭവിക്കാനും ഏറെ വിശിഷ്യ സ്വീകരിക്കാനും നമുക്കിടയാകട്ടെ. അങ്ങനെ നമ്മുടെ രോഗങ്ങൾക്കും സൗഖ്യമുണ്ടാകട്ടെ, പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകട്ടെ. ആമേൻ.